കുളത്തിൽ മുങ്ങിത്താഴ്ന്ന 3 ജീവൻ രക്ഷിച്ച് നാടിൻ്റെ അഭിമാനമായി മലപ്പുറം മങ്കട വെള്ളിലയിലെ +2 വിദ്യാർത്ഥി ഷാമിൽ. സമീപത്തെ വീട്ടിൽ വിരുന്നിനെത്തിയ 3 പെൺകുട്ടികളെയാണ് ഷാമിൽ രക്ഷപ്പെടുത്തിയത്. ആ കഥയുമായി വിപിൻ സി വിജയൻ്റെ റിപ്പോർട്ട്. മങ്കട വെള്ളിലയിലെ ഈ കുളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച 3 പെൺകുട്ടികൾ അവർ കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഈ വെള്ളത്തിൽ അകപ്പെട്ടു. ഒരാളതിൽ നല്ല താഴ്ചയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവരെ ഉടൻ എത്തി രക്ഷിച്ച ഷാമിൽ ഇപ്പോൾ നാട്ടിൽ ഒരു അഭിമാന താരമായി മാറിയിരിക്കുകയാണ്. ഷാമിലാണിപ്പോൾ 24-നൊപ്പം ചേരുന്നത്. അന്ന് എന്താ മോനെ സംഭവിച്ചേ? ഉച്ചക്ക് ഞങ്ങൾ കുളിച്ചതിന് ഇവിടെ ഞാൻ 3 ചങ്ങായിമാരെ കുളിച്ചതിനു. ഇപ്പോൾ 4 പെൺകുട്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവർ വന്ന് കുളിച്ചിട്ടല്ലേ ഞങ്ങൾ കയറിപ്പോവുകയും ചെയ്തു. ഞങ്ങളെ അയൽവക്കത്തുള്ള ഒരു ആശാ വർക്കറുണ്ട്. ആ താത്ത കൂടി വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്താറിയില്ല ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഇവർ ഈ ആശാ വർക്കർ അതിൻ്റെ കുട്ടീനെ കൊണ്ട് മീൻ പിടിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ട്. അപ്പോൾ ആശാ വർക്കർ പോടോട് കൂടി തന്നെ ഒരു കുട്ടിക്ക് മുങ്ങി പൊന്താൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഈ ആശാ വർക്കർ പറയുന്നുണ്ടായിരുന്നു പിടിച്ച് കയറ്റി അറിയണം. പക്ഷേ ഇവർക്ക് നീന്താറിയാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. പിന്നെ ഇറങ്ങിയവരൊക്കെ 3 ആളും അങ്ങനെ മൂണിക്ക് തന്നെയാണ്. അതിലങ്ങനെ മുങ്ങിപ്പോന്തി 4 ആൾ മൂന്നിന് അതിൽ ഒരാൾ അങ്ങനെ കയറിയിരിക്കണം പറഞ്ഞു. എൻ്റെ കുട്ടി ഓലത്തേക്ക് വന്നപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ഒരാൾ പോയി. അതിൻ്റെ കൂടെ മറ്റുള്ളവർ 2 ആളും ചാടി. അപ്പോൾ ഞാൻ ഓടിയിട്ട് അവരെ വീട് അടക്കേണ്ട ഭാഗത്തെത്തി. അപ്പോൾ എന്താ അവസ്ഥത്താത്ത വിളിച്ചിനെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാ വെള്ളത്തിൽ പോകുന്നുണ്ട്, വണ്ടി ഓടി വരികയാണ്. അതിൽ ഷാമിൽ ചാടി വന്നപ്പെടുന്ന ഒറ്റ ചാട്ടം. അങ്ങനെ വല്ല 2 ആളും കയറ്റി. അതിൽ ഒരാൾ ഇപ്പോൾ മുങ്ങി തുടങ്ങിയിരുന്നു. ആ 2 ആൾ മുങ്ങണിയിൽ തന്നെ ഒരാൾ മുങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ കരക്കത്തേക്ക് വലിച്ചു കയറ്റിയിട്ട് അപ്പോൾ പറ്റേ ബോധം പോയ പോലെ തന്നെ ആയിരുന്നു. അതിന് പിന്നെ എൻ്റെ അനിയനാണ് അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചു കയറ്റിയത്. അതിൽ 2 ആൾ വലിച്ചു കയറ്റിയൊക്കെ തന്നെ ഇവിടെയുള്ള ആശാർക്കർ പറഞ്ഞു ഒരു കുട്ടിയും കൂടി താന്നിക്കണം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വട്ടം ഞാൻ അടിയിൽ പോയി നോക്കി. അപ്പോൾ കിട്ടിയില്ലേനു. 2ാമത്തെ കാലുമ്പോൾ തട്ടി. 3ാമത്തെ അതേ ആ പ്ലേസിൽ തന്നെ നേരെ പോയിട്ട് അതിനെടുത്ത് പോന്നിരിക്കുകയാണ്. എടുത്ത് കിട്ടിയുള്ള സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖം ആകെ നീല കളറായിക്കാണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആകെ മരിച്ചെന്ന് ഉറപ്പിച്ച തീരെ തന്നെയായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ അങ്ങോട്ട് കരക്ക് കയറ്റിയിട്ട് പിന്നെ CPR കൊടുത്തു. 5ാമത്തെ 6ാമത്തെ പ്രസ്സിലെ കുട്ടീൻ്റെ ചുണ്ടൊന്ന് അനങ്ങി. അപ്പോൾ പിന്നെ വായിലോട്ട് ഊതിയിട്ട് പിന്നെയും ഒരു 10ാമത്തെ പ്രസ്സിലൊക്കെ ആയിട്ട് ആ കുട്ടീൻ്റെ ശ്വാസമെടുക്കൽ തുടങ്ങി. അതേപോലെ ഒരു ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഷാമിൽ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കാര്യമെന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഈ CPR കൊടുക്കാനൊക്കെ പഠിച്ചത് സ്കൂളിൽ നിന്നാണ്. ഇവിടുത്തെ വെള്ളില PTM സ്കൂളിലാണ് പഠിക്കുന്നത് +2 വിദ്യാർത്ഥിയായിട്ടുള്ള ഷാമിൽ. അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ഇതൊരു മാതൃകയാണ്, എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എത്രത്തോളം ജീവിതത്തിൽ ഉപകാരപ്പെടും, മറ്റൊരാൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതിൻ്റെ വലിയ മാതൃക കൂടിയാണ് ഷാമിൽ കാണിച്ചു തരുന്നത്. വിപിൻ സി വിജയൻ 24 മലപ്പുറം. ഷാമിൽ, നിനക്കൊരു വലിയ സല്യൂട്ട്. നീ ആള് പുലിയ. മാത്രമല്ല അവൻ പറഞ്ഞൊരു കാര്യമില്ല, ഉടൻ തന്നെ CPR കൊടുത്തു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിലേക്ക് ആ കുട്ടിയെ മടക്കി കൊണ്ടുവന്ന് അവൻ്റെ CPR ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെയൊക്കെ സ്കൂളിലും ഇത് അഭ്യസിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളൊക്കെ തന്നെ ഈ ലഹരി ക്യാമ്പിലേക്കൊക്കെ പോകാതെ കുട്ടികൾക്ക് എൻഗേജ്മെൻറ്റ് കൊടുക്കാനായിരിക്കണം അധ്യാപകർ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ നാടിന് ഗുണം ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രേരിപ്പിക്കട്ടെ.